ഹലോ മച്ചന്മാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം പോകുന്നത് ധനുഷ്കോടി റൈഡ്. ധനുഷ്കോടി രാമേശ്വരം ധനുഷ്കോടി പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വഴി കേട്ടോ, കുഴപ്പം. നമ്മൾ അപ്പുറം ഇപ്പുറം കടലും നടുക്കൂടെ റോഡും. അടിപൊളി ഫീലാണ്. ഞാൻ ബൈക്കിലാണ് വന്നത്. ബൈക്ക് വരുന്ന ഏറ്റവും നല്ല ഫീല്. മറ്റേ കാറിലൊക്കെ ഒന്നും അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈക്കിലൊക്കെ വന്ന് അടിപൊളിയാണ്. നമ്മൾ ചുറ്റിനും കടലും ഒക്കെ. നമ്മൾ വേറെ ലോകത്തായി പോകും. അതുപോലത്തെ ഒരു ആംബിയൻസാണ് മൊത്തം. എന്നുവെച്ചാൽ മൊത്തം ഈ പൊടിക്കാറ്റുണ്ട് കേട്ടോ. പൊടിക്കാറ്റ് ഇച്ചിട്ട് ഓടിക്കണം. മൊത്തം പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊത്തം കാറ്റാണ്. പൊടിക്കാറ്റായി മെയിനായിട്ട് വരുന്നത്. ഞാൻ ഈ ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ചുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ഈ തുമ്മലും അലർജി ഉള്ളവരൊക്കെ കാറേ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബൈക്കിൽ വന്നതിന് മൊത്തം പൊടിക്കാറ്റൊക്കെയാണ്. ചിലർക്കത് പിടിക്കണമെന്നില്ല. നിങ്ങൾ രാവിലെ മിക്കവാറും പോകരുത്. ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് കയറിപ്പോവുള്ളൂ. എൻട്രി 4 മണിക്ക് മുമ്പ് ഇറങ്ങിക്കോ. ഒരു 3:30 ആകുമ്പോൾ ഇറങ്ങിയത്. എന്നാൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, നല്ല ചൂടാണ്. ഞാൻ പോയിട്ട് നല്ല ചൂടായിരുന്നു. ഞാൻ പോയിട്ട് എനിക്ക് എന്തോ പോലെയായിരുന്നു ഈ ചൂടത്തെല്ലാം പോയി നിന്ന്. നിങ്ങൾ രാവിലെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു 4 കുപ്പി തണുത്ത വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ തളർന്നു പോകും. നമ്മൾ സാധാ പിന്നെ തണുത്ത വെള്ളം അല്ലാതെ മറ്റേ പച്ചവെള്ളം കുടിച്ചാൽ നമുക്ക് എന്തോ ഇതുപോലെ ആയിരിക്കും. ഒത്തിരി പേർക്ക് ചൂടൊന്നും സഹിക്കാൻ പറ്റില്ല. ചിലവർക്ക് വൊമിറ്റ് ചെയ്യും. അപ്പം അതൊക്കെ നോക്കി പോവുക. എന്നുവെച്ചാൽ ബൈക്കുള്ളവർക്ക് കാറേ വരുന്നില്ലേ. കാറേ വന്ന് AC ഇട്ട് പോയാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടാണ്. അതിച്ചിട്ട് സൂക്ഷിച്ചാൽ മതി. പിന്നെ ഈ പോകുന്ന യാത്ര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കൊരു 3 ദിവസം 4 ദിവസം, എനിക്കൊരു മാക്സിമം ഒരു 4 ദിവസം 4 ദിവസം മാറ്റി വെച്ചാൽ മൊത്തം കറങ്ങി അവിടെ ഇവിടെയെല്ലാം കയറി മൊത്തം കറങ്ങി പോകുന്ന ഒരു ഇതുണ്ട്. രാമേശ്വരം നിന്നിട്ട് അവിടുന്ന് സ്റ്റേ. പിന്നെ അമ്പലത്തിൽ ഒരിക്കലും രാവിലെ ഒരു 8 മണിക്ക് പോകരുത്. വെളുപ്പിനൊരു 3-4 മണിക്ക് പോകുന്ന ഏറ്റവും ബെറ്റർ. എന്നിട്ട് കയറി തൊഴാൻ പറ്റും. അല്ലെങ്കിൽ എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കും. ഞാനാണെങ്കിൽ ഒരു 8 മണിക്ക് അവിടെ ചെന്ന് മുടിഞ്ഞ ക്യൂ കയറി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോകാം. വൈകുന്നേരം ആയാലും നമുക്ക് അമ്പലത്തിനകത്ത് കയറും. അതുപോലെ തിരക്കാണ്. 10 രൂപ പാസ്സുണ്ട്. പക്ഷെ 10 രൂപ പാസ്സാകുന്നതിന് നല്ല തിരക്കാണ്. അത് കയറാതിരിക്കും ഭേദം. നമ്മളത് കയറി കഴിഞ്ഞാൽ പെട്ടുപോകും. പിന്നെ വൈകുന്നേരം ആകാതെ നമ്മൾ ഒരു 3 മണി ആകാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞാൻ കണ്ടു, അതുപോലെ ജനമാണ്. നമ്മൾ മാക്സിമം അമ്പലത്തിൻ്റെ ആ തൊഴണ്ട, അവിടെ ചുറ്റുവട്ടത്തൊക്കെ പോയി നിൽക്കുക. ഞാനവിടെ ഇങ്ങനെ പോയി നിന്നത്. പിന്നെ എനിക്കൊരു നേർച്ച കെട്ടി ഞാൻ പോയതാണ് രാമേശ്വരം. പിന്നെ എനിക്ക് തൊഴാൻ പറ്റിയില്ല. പിന്നെ അവിടെ പോയി ഒരു കാണിക്കിട്ടിട്ട് ഞാൻ അങ്ങ് പോന്നു. പോയിട്ട് നേരെ റൂമിൽ നിന്ന് പിന്നെ നേരെ പോയി ധനുഷ്കോടി പാമ്പൻ പാലമൊക്കെ പോയായിരുന്നു. അത് തന്നെ നേരെ ധനുഷ്കോടിയിലോട്ട് പോയി. ധനുഷ്കോടി റൂട്ട് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ഈ സ്പീഡിൽ പോയിട്ട് പതുക്കെ പോകണം. നമ്മൾ സ്പീഡിൽ പോയിട്ട് നല്ല റോഡാണ്. പക്ഷേ നമ്മൾ കൈ കൊടുക്കാൻ നോക്കും. മാക്സിമം കൈ കൊടുത്ത് നമ്മൾ പോകാൻ നോക്കും. പക്ഷെ അങ്ങനെ പോകരുത്. നമ്മൾ എൻജോയ് ചെയ്ത് ഫുള്ള് പോകണം. ഞാൻ ഒറ്റയ്ക്കാണ് റൈഡ് ഇറങ്ങിയത്. നമ്മൾ എൻജോയ് ചെയ്ത് ഫുള്ള് പോയി കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല വന്നത്, അല്ലാതെ നമ്മൾ സ്പീഡിൽ പോകാൻ വേണ്ടിയല്ല വന്നത്. നമ്മൾ മാക്സിമം പതുക്കെ. എൻ്റെ സ്പീഡോമീറ്റർ കംപ്ലൈൻറ്റാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പോകും. അത് സ്പീഡോമീറ്ററിൻ്റെ വയർ മുറിഞ്ഞു പോയി. അത് ഞാൻ ഷോറൂമിൽ കൊണ്ടിട്ട് നമ്മൾ റെഡിയാക്കി തന്നെ. പിന്നെ ഈ ഹഫ് സൈസ് ടയർ ആയതുകൊണ്ട് അത് ഉരഞ്ഞ് ചിലപ്പോൾ ഇത് കട്ടായി പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു മാക്സിമം ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു മാക്സിമം ഒരു കിലോമീറ്ററാണ് ഞാൻ പറഞ്ഞത്. അതിന് മുകളിൽ വണ്ടി പോയിട്ടുണ്ട്. ഞാൻ പിന്നെ മാക്സിമം ഒരു 40-50 റേഞ്ച് പിടിച്ചാൽ. ഗൂഗിൾ മാപ്പ് മാക്സിമം 50-60 റേഞ്ചാണ് പിടിച്ചു പോയത്. നമുക്കറിയാമല്ലോ വണ്ടി എത്ര ആൾ ഉപയോഗിക്കുക. നമുക്ക് സ്പീഡ് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ. അപ്പം ഇങ്ങനെ അങ്ങ് കാണുന്നത് ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേ ആ ഗ്രാമമുള്ളത്. മറ്റേ ആ നശിച്ചു പോയി ഗ്രാമമില്ല, മറ്റേ ആ ഒരു രാത്രി കൊണ്ട് കടൽ കൊണ്ടുപോയത്. അതൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചർച്ചും സ്കൂളും റെയിൽവേ സ്റ്റേഷനും എല്ലാം നല്ല അടിപൊളിയാണ്. അല്ലാതെ മാക്സിമം അതാ പറഞ്ഞത്, ഒരു വൈകുന്നേരം സമയം കടൽപ്പുറത്തോട് പോയി നല്ല ചൂടാണ്, നല്ല വെയിലായിരുന്നു. ഞാൻ പിന്നെ ഒരു തണുത്ത വെള്ളം അവിടുന്ന് വാങ്ങി നട്ടോ. ഒരു 20 രൂപയാണ് നമ്മുടെ നാട്ടിൽ. അവിടെ 40 രൂപ അമ്മമാർ വാങ്ങുന്നുണ്ട് ഒരു കുപ്പിക്ക്. അമ്മമാരാണ്ട് 20 രൂപ കുപ്പിക്ക്, 20 രൂപ അമ്മമാർ ഐസിനാണ്ട്. അമ്മമാർ ഈ ഐസ് പുറത്തുനിന്ന് കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള റേറ്റും കൂടെ അമ്മമാർ വാങ്ങും. മാക്സിമം നിങ്ങൾ വാങ്ങാതിരിക്കുന്ന ഭേദം. അടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുപ്പിക്ക് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. വെള്ളം കുപ്പിക്ക് ഇച്ചിരി റേറ്റാണ്. എൻ്റെ അമ്മമാർ 40 രൂപ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളെ മാക്സിമം അതാ പറഞ്ഞു, നിങ്ങളെ മാക്സിമം 4 കുപ്പി കൊണ്ടുപോകാൻ നോക്കുക. വെള്ളം തണുത്ത വെള്ളമല്ല ഏറ്റവും ബെറ്റർ. നല്ല ചൂടായിരിക്കും. രാവിലെ പോകുന്നവർക്ക് കുഴപ്പമില്ല, വൈകുന്നേരം പോകുന്നവർക്ക് വലിയ സീനില്ല. രാവിലെ പോകുന്നവർക്കാണ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ
ഓപ്പോസിറ്റാണ് മറ്റേത്. അത് മറക്കരുത്. ലൈറ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റ്. ലൈറ്റ് ഹൗസിൽ ഒരാൾക്ക് 10 രൂപ ചാർജ്, ഒരാൾക്ക് കയറുന്ന ഒരാൾക്ക് 10 രൂപ. ആ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറാൻ നല്ല രസമുണ്ട്. ഞാനിത് ലാസ്റ്റ് ക്ലിപ്പ് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയുള്ള ക്ലിപ്പ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഒരു ഫാമിലിയായിട്ട് പോകുന്നവർക്ക് പോവാം, കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഇത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒറ്റയ്ക്ക് പോകണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് പോവാം. എന്നുവെച്ചാൽ എനിക്ക് മൊത്തത്തോളം ചിലവ് വന്ന് 6000 സംതിങ്, 6500 രൂപ എനിക്ക് മൊത്തത്തോട് ചിലവ് വന്നേക്കുന്നത്. പെട്രോൾ 2000 രൂപ, റൂമിന് 2000, പിന്നെ ഫുഡും കാര്യങ്ങളും, പിന്നെ അങ്ങനെ, പിന്നെ വെള്ളവും, പിന്നെ സോഡയും, പിന്നെ അതൊക്കെ അങ്ങനെയാണ്. അത്ര റേറ്റ് കൂടുതൽ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് എനിക്ക് 6000 രൂപ ഉള്ളൂ. അതേ രാമേശ്വരം ഒരു ഹോട്ടലിൻ്റെ പേര് ചീപ്പ് ഹോട്ടലിൽ തപ്പരുത്, നല്ല ഹോട്ടലിൽ കയറാവുള്ളൂ. ചീപ്പ് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്കവിടെ ആംബിയൻസ് പിടിക്കത്തില്ല. ഞാനത് ഒത്തിരി തപ്പിയായിരുന്നു. അവിടെ നമുക്ക് തന്നെ തമിഴ്നാടാണ്, എന്നാൽ വൃത്തിയൊന്നും ഇല്ല. നമ്മളവിടെ ചെന്നപ്പോൾ മൊത്തം ഹോട്ടലൊക്കെ തപ്പിയപ്പോൾ നല്ലൊരു ഹോട്ടൽ, ഞാൻ ഗൂഗിൾ മാപ്പിൽ ഒരു ഹോട്ടൽ തപ്പിയെടുത്ത് അങ്ങനെ പോയാൽ. പക്ഷെ എനിക്ക് 3 ദിവസത്തിന് 2000 രൂപ അമ്മമാർ വാങ്ങിച്ചാൽ ലാഭം. 3 ദിവസം 2000 രൂപ. വേറെ ഹോട്ടലിൽ 4000, 5000 രൂപ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ച ആ ഹോട്ടലിൽ 2000 രൂപ, അത് ലാഭമാണ്. നിങ്ങൾ ആ ഹോട്ടലിൽ തങ്ങുവാണെന്നല്ല, ഞാൻ ആ ലൊക്കേഷൻ ലാസ്റ്റ് ആഡ് ചെയ്യാം, നിങ്ങളത് നോക്കിയാൽ മതി. ഇതാണ് ലൈറ്റ് ഹൗസ്. അങ്ങോട്ട് പോകുമ്പോൾ കയറണ്ട, തിരിച്ചു വരുമ്പോൾ കയറിയാൽ മതി. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ധനുഷ്കോടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ക്രൗഡും കാര്യങ്ങളാണ്. ഇവിടെ ഈ കാറുകാരൻ ചെറിയൊരു മിസ്റ്റേക്ക് കാണിക്കും, നേരെ ഈ സൈഡിലോട്ട് ഒട്ടിക്ക്. ഞാൻ നേരെ ആ മണ്ണിനകത്ത് കയറിപ്പോയി. എന്നുവെച്ചാൽ വണ്ടി കയ്യിൽ നിന്ന് പോയി. എന്നുവെച്ചാൽ മണ്ണല്ലേ, ടയർ കുഴിഞ്ഞകത്തോട്ട് പോയി. അപ്പം വണ്ടി സ്കിഡായി. പക്ഷെ കാറുകാരൻ സോറി പറഞ്ഞു കേട്ടോ. അത് കർണാടകക്കാരനാണ്, അവൻ സോറി പറഞ്ഞു. അവിടെ നേരെ ഇവിടുത്തെ ഈ ലൈറ്റ് ഹൗസിന് അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ധനുഷ്കോടി ആ ലാസ്റ്റത്തെ എൻഡ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ നിന്ന് വെള്ളം കുപ്പി വാങ്ങരുത്. ഇവിടുത്തെ ഈ സൈഡിൽ നിന്നാണ്, ഒരു കടയിൽ നിന്നാണ് ഞാൻ വെള്ളം കുപ്പി വെച്ചത്. അമ്മമാർ 40 രൂപ എന്നോട് ചോദിച്ചു. ഇവിടെ നിന്ന് വെള്ളം കുപ്പിയൊന്നും വാങ്ങരുത്. മണ്ണിനൊക്കെ ഇച്ചിരി സൂക്ഷിക്കുക, ടയർ സ്കിഡാകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്കിഡായി. ചിലവർക്ക് ഹിമാലയൻ ബൈക്കൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഹിമാലയൻ ബൈക്കൊക്കെ മണ്ണിലിറക്കിയ അമ്മമാരൊക്കെ പവറുള്ള ബൈക്കല്ല, അമ്മമാർ കയറിപ്പോവും. പക്ഷേ ഈ സ്കൂട്ടറും ഈ സാധാ കുറഞ്ഞ ബൈക്കൊക്കെ വരുന്നവർക്ക് ഇച്ചിരി സൂക്ഷിച്ചാൽ മതി. ആ മണ്ണ് കയറുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം. ടയർ കയറിപ്പോയാൽ തെന്നി വീഴും. അപ്പോൾ എനിക്ക് ഈ ജാക്കറ്റും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല. തെന്നി വീണാലും എനിക്കൊന്നും പറ്റത്തില്ല. മാക്സിമം റൈഡിങ് ഗീഡ്സായിട്ട് നിങ്ങൾ പോവാം. ബൈക്കിൽ പോകുന്നവർ, കാറിൽ പോകുന്നവർ ആ മണ്ണിൽ മാക്സിമം ഇറക്കാതിരിക്കാം. കാറിൽ പോയി കാറ് താന്നു പോയാൽ പണി കിട്ടും. പിന്നെ തള്ളിക്കയറ്റണ്ട ഉണ്ടോ. കാറൊക്കെ നല്ല സ്പീഡിലാണ്. ഞാൻ പതുക്കെ പോകുന്നത്. ഞാനൊരു 40-50 മീഡിയത്തിലാണ് പോകുന്നത്. മാക്സിമം അങ്ങനെ പോയാൽ നിങ്ങൾ കൂട്ടുകാരായിട്ട് പോകുന്ന ഏറ്റവും ബെറ്റർ. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വരാം. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ചുറ്റിനും നമ്മൾ തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് കൂട്ടുകാരനുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഒരുത്തരം കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നതല്ല. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് ഒരുത്തരം കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കുക. അത് ഒരുത്തരം വെച്ചാൽ നല്ലൊരുത്തനായി കള്ളു കുടിക്കുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് പോകരുത്. അതെന്ന് വെച്ചാൽ എനിക്ക് അനുഭവമുള്ള കള്ളു കുടിക്കുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് പോകരുത്. അവന് ഇടയ്ക്കിടയ്ക്ക് അവന് കുപ്പി വേണം, മറ്റേ വേണമെന്ന് നമുക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അല്ലാത്ത ഇഷ്ടംപോലെ പേരുണ്ട്. അമ്മമാർക്ക് ഈ റൈഡ് എൻജോയ് ചെയ്യുന്നവന്മാരുണ്ട്. അമ്മമാരെ വിളിച്ചുകൊണ്ട് പോകണം, അല്ലാതെ ഈ ഉഴപ്പിയുള്ളവന്മാരെ വിളിച്ചുകൊണ്ട് പോകരുത്. എല്ലാ കൂട്ടത്തിൽ കാണും ഒരുത്തൻ അങ്ങനെ ഉഴപ്പുന്നുള്ളത്. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് പോകാനാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഈ ഉഴപ്പിപ്പോണെങ്കിൽ പോകണ്ട. നമുക്ക് വെറുതെ വീട്ടിലിരിക്കാന്നുള്ളൂ നല്ലത്. ഇനി അടുത്ത റൈഡെന്ന് വെച്ചാൽ ഞാനൊരു ഓൾ ഇന്ത്യ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കും. ഓൾ ഇന്ത്യ പോകണമെങ്കിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് എനിക്ക് വേണം. ഈ എൻഡോർക്ക് ഓടിച്ചെല്ലും. അതെനിക്ക് ആ വണ്ടിയിലുള്ള വിശ്വാസം. അത് നമ്മൾ എൻഡോർക്ക് ഓടിച്ചില്ല എന്ന് വെച്ചാൽ സൂപ്പർ ബൈക്ക് വേണമെന്നില്ല. ഈ എൻഡോർക്കാലും ഓടിച്ചില്ല. എൻഡോർക്കെന്ന് വെച്ചാൽ ഒരു റേസ് സ്കൂട്ടറാണ് എന്ന് വെച്ചാൽ 125 cc. നല്ല ഇതാണ്, അടിപൊളി പവറാണ് വണ്ടി. നമ്മൾ എന്നാ പറയുക, നല്ല മൈലേജും കൂട്ടി പവറും ഉണ്ട്. അത്യാവശ്യം പവറുണ്ട്. അത്യാവശ്യം ഒരു ബൈക്കിനൊക്കെ പിടിക്കാനുള്ള പവറും ഉണ്ട് അതിന്. ഹൈവേയിലൊക്കെ ചെന്നാൽ പിടിക്കാൻ പറ്റും ഒരു ബൈക്കിന്. അത്യാവശ്യം ഒരു ബൈക്കിനെ പിടിക്കാം. പക്ഷേ 100 കയറുമല്ലോ വണ്ടി. 107 വരെ ഞാൻ അടിച്ചിട്ടുണ്ട് വണ്ടി, ടോപ്പ് വണ്ടി. അത്രയും കയറും വണ്ടി. നിങ്ങളെല്ലാം ഒത്തിരി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലഡാക്കാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ലഡാക്ക് പോയിട്ട് ലഡാക്ക് ഉംബ്ലിങ്ങ അവിടെയാണ് എനിക്ക് പോകേണ്ടത്. അവിടെയാണ് മെയിൻ ലക്ഷ്യം. നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഉടനെ പോകുമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഉടനെ എനിക്ക് ലഡാക്ക് പോകാൻ ചാൻസ് എനിക്ക് പോകണം. ഇന്നല്ല എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ പോകും. എനിക്ക് ജോലിയും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അവിടെ ലീവ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ബൈക്കിൽ പോകണമെങ്കിൽ 1.5 മാസം എടുക്കും പോയി വരാൻ വേണ്ടി.
കിലോമീറ്റർ എന്ന് വെച്ചാൽ 3700 കിലോമീറ്റർ വൺ സൈഡ്. നമ്മൾ കേരളത്തിൽ നിന്ന് കോട്ടയത്ത് എൻ്റെ വീട്, കോട്ടയത്തു നിന്ന് ഒരു ലഡാക്ക് വരെ 3200. പിന്നെ ലഡാക്കിൽ നിന്ന് അകത്തോട്ട് ഒത്തിരി ഉണ്ടല്ലോ, കുമ്പളങ്ങ ഉണ്ടല്ലോ, കുമ്പളങ്ങ 3700 കാണും മൊത്തം. നിങ്ങളൊക്കെ ഒത്തിരി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സാധിക്കത്തുള്ളൂ. ഈ ഉണ്ടവർക്ക് കളിയാക്കിയൊരു മുമ്പ് ഈ വണ്ടിയും കൊണ്ട് ഞാൻ നേരത്തെ ഒരാളോട് പറഞ്ഞു. അയാൾ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയും കൊണ്ട് നീ എങ്ങനെ പോകും, അതാണ് ചോദ്യം. എന്നാ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ വിശ്വാസമുണ്ട്. വണ്ടിയും എനിക്ക് പോകാനുള്ളത് ഇവൻ ചതിക്കത്തില്ലെന്ന് ഉറപ്പാണ്. ഇവൻ അവിടെ വരെ ഓടിച്ചില്ലോ, ഉറപ്പാണ്. ഇപ്പോൾ ധനുഷ്കോടി എന്ന് വെച്ചാൽ ഞാൻ അത്രയും ദൂരം ലോങ് ഓടി വന്നതാണെന്ന് വെച്ചാൽ 400 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ അതിന് എന്നോട് ഒത്തിരി പേര് എതിർപ്പുണ്ടായി. പോകുന്ന മുമ്പേ ഒത്തിരി പേര് എതിർപ്പുണ്ടായിരുന്നു. എങ്ങനെ പോകും നിനക്ക് ഭാഷ പോലും അറിയാതെ. എന്നിട്ട് തമിഴ് കേട്ടാൽ മനസ്സിലാവും, പക്ഷെ തിരിച്ച് പറയാൻ അറിയത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിജയ് ഫാണ്. ഞാനെപ്പോഴും തളപതിയുടെ പടം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. പാട്ടായാലും വീട്ടിൽ ഹോം തിയേറ്ററൊക്കെ കാണും. അതുതന്നെ ഞാൻ തളപതിയുടെ പാട്ട് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. സിനിമയൊക്കെ കാണും. പുള്ളിയുടെ സിനിമ ഞാൻ കാണുന്നത്. ഇടയ്ക്ക് ചില മലയാളം പടം പുള്ളിയുടെ സിനിമയാണ് മൊത്തം കാണുന്നത്. എൻ്റെ എൻ്റെ കൂടെ ഏറ്റവും കട്ടയ്ക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുള്ളൂ. അവനാണ് എന്നോട് പറഞ്ഞത്, എടാ നീ ധൈര്യമായിട്ട് നീ പോയിച്ചാ ധനുഷ്കോടിയല്ല, എവിടെയാണ് നീ ധൈര്യമായിട്ട്, നിനക്ക് വിശ്വാസമില്ല. അവനാണ് ഏറ്റവും വലിയ അങ്ങനത്തുള്ള കൂട്ടുകാരന്മാരാണ് കൂടെ വേണ്ടത്. എന്നെ ഇത് എന്ന് വെച്ചാൽ എങ്ങനെ ഒത്തിരി പേര് എതിർപ്പ് പറഞ്ഞു. എടാ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാടാ എനിക്കിത് പോകാൻ പറ്റില്ല. പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി വാളാണ്. അവൻ്റെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ധനുഷ്കോടി പോയത്. അല്ലെങ്കിൽ ഞാൻ അവരുടെ വാക്കും കേട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ധനുഷ്കോടി പോകണത്. അപ്പം അവരുടെ വാക്കും കേട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് എന്നെ തന്നെ ഞാൻ ഇതായിപ്പോയില്ല. അപ്പോൾ അവൻ പറയണത് നീ ധൈര്യമായിട്ട് പോയിച്ചു വാളാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആയപ്പോഴാണ് അവൻ്റെ ചങ്ക അവൻ പറഞ്ഞെടാ നീ ധൈര്യമായിട്ട്, അങ്ങനത്തെ കൂട്ടുകാരന്മാരാണ്. പക്ഷെ ഒത്തിരി പേര് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞെന്നെ, എടാ നീ ധൈര്യമായിട്ട് പോയിച്ചു വാ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ എൻ്റെ വീട്ടുകാരും പറഞ്ഞു പോകരുത്, വീട്ടുകാരുടെ വാക്ക് കേട്ടില്ല. അതിന് അവൻ പറയടാ നീ ധൈര്യമായിട്ട് പോയിച്ചു വാ, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പൊക്കോണ്ടേക്ക് വേണ്ട ഓട്ടോയിൽ ഇരിക്കുന്ന 5-6 പയ്യന്മാർ നമ്മുടെ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്നു. നമ്മളതും കണ്ടില്ല. പിന്നെ വീഡിയോക്കകത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിച്ചാൽ അത് അവൻ ഫോണെടുത്ത് വീഡിയോ എടുക്കുക. അത് കണ്ടോ, ഫോണെടുത്ത് അവൻ വീഡിയോ എടുക്കുക. രാവിലെ പോയപ്പോൾ നല്ല ക്രൗഡായി. നിങ്ങളൊരു വൈകുന്നേരം സമയം വരുവാണെങ്കിൽ വലിയ ക്രൗഡും കാര്യങ്ങളും കാണത്തില്ല. പക്ഷേ ഈ ഹോണടിയാണ്. ഇമാര് പുറകെ കിടന്ന് നല്ല ഹോണടിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇമാരെ ഹെയർ ഹോണ് 2 എണ്ണം ഉണ്ട്. അയ്യോ ചെവിയുടെ പരിപ്പളക്കിപ്പോൾ. അടുത്ത് വന്നിട്ട് ഈ അടിക്കുന്നത്. അടിച്ചു പിടിക്കുന്നു. അതുകൊണ്ട് നിങ്ങളത് തെറി പറയാൻ തിരിച്ചു പോകരുത്. അമ്മാർ പിടിച്ച് ചാമ്പിക്കളയും. എന്നിട്ട് നമ്മളാ സൈഡിൽ കൂടെ ഒതുങ്ങി പോകാൻ മാത്രമേ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ ചിലന്മാരുണ്ട് പുറകെ കിടന്ന് ഭയങ്കര ഹോണടിയായിരുന്നു. ഞാൻ കയറിയപ്പോൾ ഈ ഓട്ടോള്ളമാർ എന്നെ ഇറക്കി വിട്ട്. ഞാനിപ്പോൾ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോയി. ഇവന്മാർ പുറകെ കിടന്ന് ഭയങ്കരമാണ്. ഇവന്മാർക്കറിയാം കയറി പോകാൻ പറ്റും. പിന്നെ ഇവന്മാർ കിടന്ന് പിന്നെ ഹോണടിക്കുക. വള്ളി പിടിക്കാൻ താല്പര്യമില്ല. കേരളക്കാർ കുഴപ്പമില്ല കേട്ടോ. കാറുള്ളവർ ഒരു സീനും ഉണ്ടാക്കി. പതുക്കെ അമ്മാർ നമ്മളെ പോകുന്ന റൂട്ടിലൂടെ അമ്മാർ പോകുന്നത്. ഫ്രണ്ടിൽ പോകുന്നില്ല. ആ ഓട്ടോക്കാരൻ കണ്ടത് ഭയങ്കര ഹോണടിയാണ്. ഫ്രണ്ടിൽ വണ്ടി പോകത്തില്ല. അവിടുന്ന് ഇവിടെ ഈ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അങ്ങോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. തട്ടിയെങ്കിലേ പണി വാളും. വേറെ തട്ടിയെങ്കിൽ ഇച്ചിരി പണി കിട്ടും. ഞാൻ പിന്നെ ഈ സൈഡിൽ കൂടെ എടുത്തോണ്ട് അങ്ങ് പോയി. ബൊളോറ കാർ വരുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു പാടാണ്. സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരെ ഈ പിള്ളേർ സെറ്റ് ഇവിടുത്തെ ചിലന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ളവന്മാർ ഇച്ചിരി സൂക്ഷിക്കും. അമ്മാർ ചെയ്യുമ്പോൾ പറ്റിക്കാൻ പറയും. ഇങ്ങനെ ഫോട്ടോ ഒത്തിരി സ്ഥലങ്ങൾ അങ്ങനെ പോയി എടുത്ത് പോയി വീഴരുത്. ഒത്തിരി പറ്റിക്കും. എടുത്തിട്ട് മുടിഞ്ഞ റേറ്റ് ആയിരിക്കും പറയാം. ഞാൻ കേട്ടിട്ടുണ്ട്. മുടിഞ്ഞ റേറ്റാണ് പറയുന്നത്. നിങ്ങളെ ഉള്ളിലോട്ട് ഇവിടെ നിന്ന് വണ്ടി വയ്ക്കും. ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ വേണ്ടി എടുക്കും. നേരെ അപ്പുറം ലാസ്റ്റ് എൻഡിന് അവിടെ കൊണ്ട് വണ്ടി വെച്ചാൽ മതി. ഇച്ചിരി സൂക്ഷിക്കും. പോലീസുകാരുടെ മുമ്പിൽ പോയി പെടരുത്. പോലീസുകാർ ഫൈൻ അടിക്കും, ഉറപ്പാണ്. പോലീസുകാർ നമ്മൾ കേരളക്കാരെ കണ്ടു കഴിഞ്ഞാൽ കലിപ്പം. അമ്മാർ ഫൈൻ അടിക്കാൻ നിൽക്കുക. എന്നോട് ഒരു പോലീസുകാരൻ ചോദിച്ചു എന്നോട് വണ്ടി വെച്ചത്. കയറ്റിക്കൊണ്ട് വന്ന വണ്ടി വെച്ചത്. അപ്പോൾ അമ്മാരെ ഏതൊക്കെ പറഞ്ഞിട്ട് അമ്മാർ പോയി. അപ്പോൾ അത് ഇച്ചിരി സൂക്ഷിക്കുക. അപ്പോൾ പോലീസുകാർ ഫൈൻ അടിക്കാതെ ഇച്ചിരി സൂക്ഷിക്കുക. അപ്പോൾ അവിടെ നേരെ ചേട്ടനോട് ചോദിച്ചു അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ. ആ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, വണ്ടി പാർക്ക് ചെയ്യും. പോലീസുകാർ ഫൈൻ അടിക്കാൻ വെച്ചു. ഇല്ല, പോലീസുകാർ അതിൻ്റെ കീഴെ വെക്കരുതുണ്ട്. ആ സൈഡിൽ പാർക്ക് ചെയ്താൽ പോലീസുകാർ ഫൈൻ അടിക്കുന്നത്. ഞാൻ ചോദിച്ചു ആ ചേട്ടനോട്. അപ്പോൾ അവിടെ നേരെ വണ്ടി എടുത്ത് നേരെ തിരിച്ച്
തിരിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ ധനുഷ്കോടി എൻ്റെ ലക്ഷ്യം കണ്ട് ധനുഷ്കോടിയിലോട്ട് ലാസ്റ്റ് റൈഡ് ഇറങ്ങുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടായിരുന്നു റൈഡ് ഇറങ്ങിയപ്പോൾ. ഓരോ പറയുന്നത് നമ്മളെ ഉപയോഗിക്കും, നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ചങ്ക് കൂടെ നിൽക്കുകയാണ് അവൻ്റെ വാക്ക് മാത്രമേ കേൾക്കണം, വേറെ ഒരുത്തൻ്റെ വാക്ക് കേൾക്കാം. ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. ഇനി അവിടുന്ന് വീഡിയോ ഫോട്ടോയൊക്കെ മറ്റേ അതിനകത്തുണ്ടല്ലോ, റീൽസിനകത്തുണ്ട്, ബാക്കി വീഡിയോ ഇവിടെ ഇരുന്ന ഫോട്ടോയൊക്കെ എടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും കൂടെ നിൽക്കണേ.